വെൽക്കം ടു ഇൻഡസ് ടോക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള ലെവൽസ് ഓഫ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ്, അതായത് MDM ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് കോഡ്സ് കാണാം. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ്, ലോ ലെവല്, മോഡറേറ്റ്, ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ ഡിസിഷൻ പല ലെവൽസ് ഓഫ് MDM കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് MDM പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ മിക്ക ക്വസ്റ്റ്യൻസിലും ഡയറക്റ്റ് ആയിട്ട് MDM പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ MDMൻ്റെ ഒരു ലെവൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം നോക്കിയിട്ട് കോഡ് ചെയ്യാം. ഇനി ടൈമും പറയാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത്, അത് ഏത് ലെവലായിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറയാൻ നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ആ ഒരു ക്രൈറ്റീരിയാസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. What is MDM? It is a process by which a diagnostic or treatment plan formulated by a physician from available medical information, from history and physical examination of a patient. അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഹിസ്റ്ററി, ഇൻഫോർമേഷൻസ്, ഫിസിക്കൽ എക്സാമിനേഷൻസ്, ഇതിനൊക്കെ ബേസിസിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഓഫ് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് MDM അഥവാ മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാൻ പറ്റുക. The concept of level of MDM is not applicable to 99-211 and 99-281. അതായത് ഒരു മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇത് ചെയ്യുന്നത് ആരാണ്? ഒരു ഫിസിഷ്യൻ ആണ്. ഇപ്പോൾ ഈ രണ്ട് കോഡ്സ് അതിന് എന്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു? MDMൻ്റെ ആവശ്യമില്ല. അതായത് ഈ രണ്ട് കോഡ്സിലും എന്താണ്? ഇവിടെ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ QHP, അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, ഇവരുടെ രണ്ടുപേരെയും ആവശ്യം വരുന്നില്ല. പ്രസൻസ് ആവശ്യമില്ലാത്ത കേസാണ് ഈ രണ്ട് കോഡ്സും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ MDMൻ്റെ ലെവൽ കൺസെപ്റ്റ് ആവശ്യമില്ല. If the MDM level is not given, we can use the time to select the correct E&M level. അതായത് ഒരു മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ലെവൽ നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമിനനുസരിച്ചിട്ട് MDM ലെവൽ എടുക്കാവുന്നതാണ്. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് MDM: ഒന്നാമത്തത് സ്ട്രൈറ്റ് ഫോർവേഡ്, രണ്ടാമത് ലോ ലെവൽ, മൂന്നാമത് മോഡറേറ്റ്, നാലാമത് ഹൈ. നമ്മുടെ CPT ബുക്കിലെ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് സർവീസ് കോഴ്സിന് മുമ്പായിട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഒരു ടേബിൾ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും ലെവൽസ് ഓഫ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് അഥവാ MDM. അതിന് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എലമെന്റ്സ് ഓഫ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് കാണാൻ പറ്റും. അതിനും താഴെയായിട്ട് 4 കോളംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ ഓഫ് MDM, സ്ട്രേറ്റ് ഫോർവേഡ്, ലോ ലെവൽ, മോഡറേറ്റ്, ഹൈ കോംപ്ലക്സിറ്റി, ഇതുപോലെ പല ലെവൽസ് ഓഫ് MDMs നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ കോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ്ഡ് അറ്റ് ദ എൻകൗണ്ടർ, ഒരു എൻകൗണ്ടറിൽ അഡ്രസ്സ് ചെയ്യുന്ന നമ്പർ ഓഫ് കോംപ്ലക്സിറ്റി ആൻഡ് പ്രോബ്ലംസ്. ഇനി മൂന്നാമത്തെ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് ആൻഡ് ഓർ കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റ ടു ബി റിവ്യൂഡ് ആൻഡ് അനലൈസ്ഡ്, റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റ. അതിൻ്റെ താഴെ ഈച്ച് യൂണിക്യൂ ടെസ്റ്റ് ഓർഡർ ഓർ ഡോക്യുമെന്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ കോമ്പിനേഷൻ ഓഫ് 2 ഓർ കോമ്പിനേഷൻ ഓഫ് 3 ഇൻ കാറ്റഗറി 1 ബിലോ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഓർ മോബിഡിറ്റി ഓർ മോർട്ടാലിറ്റി ഓഫ് പേഷ്യൻറ്റ് മാനേജ്മെന്റ്. അതായത് വേറെ ഒന്നുമില്ല, എന്താണ് ഓരോ ലെവലിലത്തെയും റിസ്ക് അതാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് നോക്കാം. അതിൽ മിനിമൽ 1 സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലം കാണാൻ പറ്റും. അതായത് മിനിമൽ ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ടായിരിക്കും പേഷ്യൻ്റ് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഫോളോ അപ്പ് വിസിറ്റ് അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരില്ല. പിന്നെ ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇമാജിംഗ് ടെസ്റ്റ് ഇതിൻ്റെ ഒന്നും ആവശ്യം സ്ട്രൈറ്റ് ഫോർവേഡിലില്ല. ഇനി ട്രാൻഷ്യൻ്റ് നേച്ചർ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും സ്ട്രൈറ്റ് ഫോർവേഡിൽ ഉണ്ടാവുക. ട്രാൻഷ്യൻ്റ് നേച്ചർ മീൻസ് താൽക്കാലികമായിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. പിന്നെ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? മിനിമൽ റിസ്ക് ആണ്. ലോ കോംപ്ലക്സിറ്റി ഇതിൻ്റെ രണ്ടാമത്തെ കോളായിട്ടുള്ള നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ്ഡ് അറ്റ് ദ എൻകൗണ്ടർ. ഇതിൻ്റെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ പോയിന്റ്സ് കാണും. അതിൻ്റെ ഇടയിൽ ഓവർ ഇട്ടിട്ടുണ്ട്. അതായത് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ലോ കോംപ്ലക്സിറ്റി ആയിട്ട്. അതിൽ ഒന്നാമത്തത് 2 ഓർ മോർ സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലംസ്. അതായത് പേഷ്യൻ്റ് 2 അതിലധികമോ സെൽഫ് ലിമിറ്റഡ് ആയിട്ട് നമുക്ക് സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൈനർ പ്രോബ്ലംസ് ആയിട്ടായിരിക്കാം വരാം. രണ്ടാമത് 1 സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ്. എന്താണ്? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ക്രോണിക് ഇൽനെസ്. അല്ലെങ്കിൽ 1 അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇൽനെസ് ഓർ ഇഞ്ചുറി. ഒരു അക്യൂട്ട് ആയിട്ടുള്ള അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറി ആയിട്ട് പേഷ്യൻ്റ് വരാം.
or one stable acute illness, ഒരു acute illness, stable ആയിട്ടുള്ള acute illness, or one acute uncomplicated illness or injury requiring hospital inpatient or observation level of care. അതായത് എന്താണ്, ഒരു അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ട്, അത് ചിലപ്പോൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ഒബ്സർവേഷൻ കെയറിൽ ഇരിക്കുക, ആ ഒരു രീതിയിലൊക്കെ വേണ്ടി വരും. പിന്നെ ലോ കോംപ്ലക്സിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫോളോ അപ്പ് വിസിറ്റിൻ്റെ ഒക്കെ ആവശ്യം വരും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, അത് പെർമനന്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനിലേക്കൊന്നും എത്തുന്ന ടൈപ്പ് ഇൽനെസ് ആയിരിക്കില്ല അതിലുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇംപ്രൂവിങ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും ഈ ഒരു ലോ കോംപ്ലക്സിറ്റിയിൽ വരിക. കോംപ്ലക്സിറ്റിയിലുള്ള സെക്കൻഡ് കോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് പ്രോബ്ലം ആയിരിക്കും. അതുകൂടാതെ മസ്റ്റ് മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഔട്ട് ഓഫ് 2 കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അതായത് അതിന്റെ താഴെ 2 കാറ്റഗറീസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി മീറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ലോ കോംപ്ലക്സിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി കാറ്റഗറി 1 നോക്കാം. അതിൽ ടെസ്റ്റ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ എനി കോമ്പിനേഷൻ ഓഫ് 2 ഫ്രം ദ ഫോളോയിങ്, അതായത് അതിന് താഴെ 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 കോമ്പിനേഷൻ മീറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോ കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. പോയിന്റ്സ് നോക്കാം. ഒന്നാമത്തത് റിവ്യൂ ഓഫ് പ്രയർ എക്സ്റ്റേണൽ നോട്ട്സ് ഫ്രം ഈച്ച് യൂണിക് സോഴ്സ്, ഓരോ സോഴ്സിൽ നിന്നുള്ള പ്രയർ എക്സ്റ്റേണൽ നോട്ട്സ് റിവ്യൂ ചെയ്യാം. പിന്നെ റിവ്യൂ ഓഫ് ദ റിസൾട്ട്സ് ഓഫ് ഈച്ച് യൂണിക്യൂ ടെസ്റ്റ്, ഓരോ ടെസ്റ്റിൻ്റെയും റിസൾട്ട് റിവ്യൂ ചെയ്യുക. ഓർഡറിംഗ് ഓഫ് ഈച്ച് യൂണിക്യൂ ടെസ്റ്റ്, ഓരോ ടെസ്റ്റും ഓർഡർ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും 2 മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോ കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കാം. ഇനി കാറ്റഗറി 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസസ്മെന്റ് റിക്വയറിംഗ് ആൻ ഇൻഡിപെൻഡന്റ് ഹിസ്റ്റോറിയൻ, അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഫിസിഷ്യന്റെ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 കാറ്റഗറിയിൽ നിന്നും ഏതെങ്കിലും 1 മീറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോ കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോ റിസ്ക് ഓഫ് മോബിഡിറ്റി ആയിരിക്കും എന്തില്? ലോ കോംപ്ലക്സിറ്റിയിൽ. ഇനി മോഡറേറ്റ് കോംപ്ലക്സിറ്റിയിലെ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലം അഡ്രസ്ഡ് അറ്റ് ദ എൻകൗണ്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഇതുപോലെ ഓരോ പോയിന്റ്സും ഓറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മോഡറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഒന്നാമത്തത് 1 or more chronic illness with exacerbation, progression or side effects of treatment. അതായത് ഒന്നോ അതിലധികമോ ക്രോണിക് ഇൽനെസ് ഉണ്ടാകും. അത് മാത്രമല്ല അത് എക്സാസർബേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും, അതായത് അത് വേഴ്സ്റ്റ് ആയിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് സൈഡ് എഫക്റ്റ് ഇങ്ങനെയൊക്കെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മോഡറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ 2 or more stable chronic illness, 2 അതിലധികമോ സ്റ്റേബിൾ ആയിട്ടുള്ള ക്രോണിക് ഇൽനെസ്, ഓർ 1 undiagnosed new problem with uncertain prognosis, ഒരു അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ന്യൂ പ്രോബ്ലം, അതുപോലെ തന്നെ അതിന്റെ പ്രോഗ്നോസിസ് എന്താണ്, അതിന്റെ സ്റ്റേജ് ആണ് എന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. അടുത്തത് 1 acute illness with systemic symptoms, എന്താണ്, ഒരു acute ആയിട്ടുള്ള ഇൽനെസ് ഉണ്ടാവും, അതിന്റെ കൂടെ സിസ്റ്റമിക് സിംറ്റംസ് മീൻസ് നമ്മുടെ ബോഡി ത്രൂ ഔട്ട് എഫക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ 1 acute complicated injury, ഒരു acute ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി, ഇതൊക്കെ മോഡറേറ്റിൽ പെടുന്നതാണ്. അത് മാത്രമല്ല ഫിസിഷ്യൻ മറ്റുള്ള ഫിസിഷ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തു, പിന്നെ അത് മാത്രമല്ല പേഷ്യന്റിന് ലിവിങ് സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന് അതിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മോഡറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കോളത്തിൽ മോഡറേറ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അതുകൂടാതെ മസ്റ്റ് മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഔട്ട് ഓഫ് 3 കാറ്റഗറീസ്, താഴെ 3 കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി മീറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മോഡറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കാറ്റഗറി 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ്സ്, ഡോക്യുമെന്റ്സ് ഓർ ഇൻഡിപെൻഡന്റ് ഹിസ്റ്റോറിയൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെയുള്ള എനി കോമ്പിനേഷൻ ഓഫ് 3 ഫ്രം ദ ഫോളോയിങ്, ഇതിന്റെ താഴെ 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 മീറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മോഡറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തത് റിവ്യൂ ഓഫ് പ്രയർ എക്സ്റ്റേണൽ നോട്ട്സ് ഫ്രം ഈച്ച് യൂണിക് സോഴ്സസ്, ഓരോ സോഴ്സസിൽ നിന്നുള്ള എക്സ്റ്റേണൽ നോട്ട്സ്, പ്രയർ ആയിട്ടുള്ള എക്സ്റ്റേണൽ നോട്ട്സ് റിവ്യൂ ചെയ്യുക. പിന്നെ റിവ്യൂ ഓഫ് റിസൾട്ട്സ് ഓഫ് ഈച്ച് യൂണിക് ടെസ്റ്റ്, ഓരോ ടെസ്റ്റും എന്താണ് ടെസ്റ്റിന്റെ റിസൾട്ടും റിവ്യൂ ചെയ്യുക. ഓർഡറിംഗ് ഓഫ് ഈച്ച് യൂണിക് ടെസ്റ്റ്, ഓരോ ടെസ്റ്റും ഓർഡർ ചെയ്യുക. പിന്നെ അസസ്മെന്റ് ഓർ റിക്വയറിംഗ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഹിസ്റ്റോറിയൻ, എന്താണ് അസസ്മെന്റിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിയന്റെ ആവശ്യം വരാം.
ഇനി കാറ്റഗറി 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി ഡിസ്കഷൻ ഓഫ് മാനേജ്മെന്റ് ഓർ ടെസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ. എന്തെങ്കിലും ടെസ്റ്റിന്റെ ഒക്കെ ഇന്റർപ്രിട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക മറ്റുള്ള ഫിസിഷ്യൻസ് ആയിട്ട്. ഇതൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കതിനെ മോഡറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. മോഡറേറ്റിൽ തന്നെ അടുത്ത കോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് റിസ്ക് ഓഫ് മോർബിഡിറ്റി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് മാനേജ്മെന്റ്, പിന്നെ ഡിസിഷൻ റിഗാർഡിങ് മൈനർ സർജറി വിത്ത് ഐഡന്റിഫൈഡ് പേഷ്യന്റ് ഓർ പ്രൊസീജിയർ റിസ്ക് ഫാക്ടേഴ്സ്. എന്താണ് എന്തെങ്കിലും ഒരു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് മൈനർ ആയിട്ടുള്ള സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാം. അതുപോലെ തന്നെ അതിലത്തെ റിസ്ക് ഫാക്ടേഴ്സിനൊക്കെ പേഷ്യൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുക. പിന്നെ ഡിസിഷൻ റിഗാർഡിങ് ഇലക്റ്റീവ് മേജർ സർജറി വിത്തൗട്ട് ഐഡന്റിഫൈഡ് പേഷ്യന്റ് ഓർ പ്രൊസീജിയർ റിസ്ക് ഫാക്ടേഴ്സ്. എന്താണ് എന്തെങ്കിലും ഒരു മേജർ സർജറി ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ചിലപ്പോൾ പേഷ്യന്റിന്റെ അടുത്ത് പറഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇനി ഡയഗ്നോസിസ് ഓർ treatment significantly limited by social determinants of health. ഹൈ കോംപ്ലക്സിറ്റിയിലെ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ്ഡ് അറ്റ് ദ എൻകൗണ്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓർ മോർ ക്രോണിക് ഇൽനെസ് വിത്ത് സിവിയർ എക്സാസർബേഷൻ, പ്രോഗ്രഷൻ ഓർ സൈഡ് എഫക്ട്സ് ഓഫ് ട്രീറ്റ്മെന്റ്. എന്താണ് ഒന്നോ അതിലധികമോ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് ഉണ്ടാകും. അതിന്റെ കൂടെ സിവിയർ ആയിട്ടുള്ള എക്സാസർബേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഓഫ് ട്രീറ്റ്മെന്റും പറഞ്ഞിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ വൺ അക്യൂട്ട് ഓർ ക്രോണിക് ഇൽനെസ് ഓർ ഇഞ്ചുറി ദാറ്റ് പോസസ് എ ത്രെറ്റ് ടു ലൈഫ് ഓർ ബോഡിലി ഫങ്ഷൻ. ഒരു അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇഞ്ചുറി അത് നമ്മുടെ ലൈഫിനെ ത്രെറ്റ് ആവുന്ന രീതിയിൽ, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഫങ്ഷനൊക്കെ മൊത്തത്തിൽ തകരാറാക്കുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹൈ കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. സെക്കൻഡ് കോളത്തിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അത് കൂടാതെ മസ്റ്റ് മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 3 കാറ്റഗറീസ്. 3 കാറ്റഗറീസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കാറ്റഗറീസ് മീറ്റ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഹൈ കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാറ്റഗറി 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റസ് ഡോക്യുമെന്റ്സ് ഓർ ഇൻഡിപെൻഡന്റ് ഹിസ്റ്റോറിയൻസ്. അതിന് താഴെ എനി കോമ്പിനേഷൻ ഓഫ് 3 ഫ്രം ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. അതായത് 4 പോയിന്റ്സ് ഉണ്ട്. അതിൽ 3 കോമ്പിനേഷൻസ് മീറ്റ് ആവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്തായിട്ട് എടുക്കാം? ഹൈ കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കാറ്റഗറിയിലത്തെ 2 കാറ്റഗറി മീറ്റ് ആവണം. അല്ലാതെ ഒരു കാറ്റഗറി മാത്രം മീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റില്ല? ഹൈ കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി അതിൽ ഓരോന്നും റിവ്യൂ ഓഫ് പ്രയർ എക്സ്റ്റേണൽ നോട്ട്സ് ഫ്രം ഈച്ച് യൂണിക് സോഴ്സ്, പിന്നെ റിവ്യൂ ഓഫ് റിസൾട്ട്സ് ഓഫ് ഈച്ച് യൂണിക് ടെസ്റ്റ്, പിന്നെ ഓർഡറിംഗ് ഓഫ് ഈച്ച് യൂണിക് ടെസ്റ്റ്, അസസ്മെന്റ് റിക്വയറിംഗ് ആൻ ഇൻഡിപെൻഡന്റ് ഹിസ്റ്റോറിയൻ കൊടുത്തിട്ടുണ്ട് കാറ്റഗറി 1ന്റെ അണ്ടറിൽ. ഇനി കാറ്റഗറി 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെസ്റ്റ്. ഇനി കാറ്റഗറി 3 ആണെന്നുണ്ടെങ്കിൽ ഡിസ്കഷൻ ഓഫ് മാനേജ്മെന്റ് ഓർ ടെസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ. മോഡറേറ്റിൽ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇതിൽ എന്താണ്? ഇതിൽ 2 കാറ്റഗറീസ് മീറ്റ് ആവണം. തേർഡ് കോളത്തിൽ ഹൈ റിസ്ക് ഓഫ് മോബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. അതിന് കൂടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഡ്രഗ് തെറാപ്പി റിക്വയറിംഗ് ഇന്റൻസീവ് മോണിറ്ററിംഗ് ഫോർ ടോക്സിസിറ്റി. ഒരു ഡ്രഗ് തെറാപ്പി പേഷ്യന്റിന് കൊടുക്കുന്നുണ്ട്, അതിന്റെ കൂടെ പേഷ്യന്റിന്റെ മോണിറ്ററിംഗ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഡ്രഗ് എന്തെങ്കിലും ടോക്സിക് എഫക്ട് ഉണ്ടാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമതായിട്ട് ഡിസിഷൻ റിഗാർഡിംഗ് ഇലക്റ്റീവ് മേജർ സർജറി വിത്ത് ഐഡന്റിഫൈഡ് പേഷ്യന്റ് ഓർ പ്രൊസീജിയർ റിസ്ക് ഫാക്ടർ. എന്താണ്? ഒരു ഇലക്റ്റീവ് ആയിട്ടുള്ള മേജർ സർജറി അവിടെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ അതിന് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ പേഷ്യന്റിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഡിസിഷൻ റിഗാർഡിംഗ് എമർജൻസി മേജർ സർജറി. ഒരു എമർജൻസി ആയിട്ട് മേജർ ആയിട്ടുള്ള സർജറി ഡിസൈഡ് ചെയ്യാണ്. ഇനി അടുത്തത് ഡിസിഷൻ റിഗാർഡിംഗ് ഹോസ്പിറ്റലൈസേഷൻ ഓർ എസ്കലേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെവൽ കെയർ. ഒരു ചിലപ്പോൾ ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വരുന്ന പേഷ്യന്റ് ആയിക്കോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുക, ഹോസ്പിറ്റലൈസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ലെവൽ ഓഫ് കെയർ കൂടിയത് കൊടുക്കുക. പേഷ്യന്റിന് കുറച്ചും കൂടെ ഹൈ ലെവലിലുള്ള കെയർ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുക്കുക. ഇതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ഡിസിഷൻ നോട്ട് ടു റിസക്സിറ്റേറ്റ് ഓർ ടു ഡി എസ്കലേറ്റ് കെയർ ബിക്കോസ് ഓഫ് പുവർ പ്രോഗ്നോസിസ്. ചിലപ്പോൾ പേഷ്യന്റിന് ഉള്ള ഒരു കണ്ടീഷൻ തന്നെ അതിനി അധികം കുറയാനുള്ള ഒരു ചാൻസ് ഇല്ല, അത് അത്യാവശ്യം വേഴ്സൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. ചിലപ്പോൾ എന്താണ് ഹാർട്ട് ബീറ്റ് ഒക്കെ സ്റ്റോപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരാം, അല്ലെങ്കിൽ ബ്രീത്തിങ് ഒക്കെ തീരെ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരാം. ഇവിടെ പേഷ്യന്റിന് നിലവിൽ കൊടുക്കുന്ന കെയർ അല്ലാതെ ഇനി അഗ്രസീവ് ആയിട്ടുള്ള കെയർ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള ഒരു പോയിന്റ് വരികയാണ്.
അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹൈ കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഡിസിഷൻ റിഗാർഡിങ് പാരന്ററൽ കൺട്രോൾഡ് സബ്സ്റ്റൻസസ്. അതായത് പാരന്ററൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ഒക്കെ വഴി നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പാരന്ററൽ സബ്സ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദ ഡോക്ടർ ഡിസൈഡിങ് വെദർ ടു സ്റ്റാർട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ, ചേഞ്ച് ഓർ സ്റ്റോപ്പ് ഗിവിങ് കൺട്രോൾഡ് സബ്സ്റ്റൻസസ്. ഈ പാരന്ററൽ സബ്സ്റ്റൻസ് തന്നെ ഒന്നില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തായിട്ട് എടുക്കാം? ഹൈ കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. Thank you for watching. Don't forget to like, share and subscribe for more amazing content.